കേന്ദ്രമന്ത്രിയായ ശേഷം തൃശൂരിലെത്തിയ സുരേഷ് ഗോപി ലൂർദ് മാതാ ദേവാലയത്തിലെ മാതാവിന്റെ രൂപത്തിൽ സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചു. ദേവാലയത്തിലെ അടിപ്പള്ളിയിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്ത സുരേഷ് ഗോപി ഗാനാലാപനം നടത്തി. വിജയത്തിനുള്ള നന്ദിയായല്ല, വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് കൊന്ത സമർപ്പണമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. 9 മണിയോടെ ലൂർദ് മാതാ ദേവാലയത്തിലെത്തിയ സുരേഷ് ഗോപിയെ ഇടവകാംഗങ്ങളും വികാരിയും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് മാതാവിന്റെ രൂപത്തിൽ സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചു. ശേഷം അടിപ്പള്ളിയിലെത്തിയ അദ്ദേഹം പ്രാർത്ഥനയും ഗാനാലാപനവും നടത്തി. നന്ദിയാൽ പാടുന്നു ദൈവമേ, നന്ദിയാൽ പാടുന്നു ദൈവമേ, വിജയത്തിനുള്ള നന്ദിയായല്ല, വിശ്വാസത്തിന്റെ ഭാഗം മാത്രമാണ് കൊന്ത സമർപ്പണമെന്നും അദ്ദേഹം പറഞ്ഞു. വിജയത്തിന് വാഗ്ദാനങ്ങളുമില്ല. ദൈവങ്ങൾക്ക് വിജയം കഴിഞ്ഞ് നന്ദി എന്ന് പറയുന്നത് ഹൃദയത്തിലാണുള്ളത്, അത് ഉൽപ്പന്നങ്ങളിലില്ല. അതൊക്കെ ഭക്തിപരമായ നിർവഹണത്തിൻ്റെ മുദ്രകളാണ്. അത്രയും. ദേവാലയത്തിലെത്തിയ സുരേഷ് ഗോപിക്ക് പള്ളി വികാരി നന്ദി രേഖപ്പെടുത്തി. തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി, നമ്മുടെ MP, ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി കൂടിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ സന്ദർശിക്കുവാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഒരു സമർപ്പണം, ജപമാല, സ്വർണത്തിൻ്റെ ജപമാല പരിശുദ്ധ അമ്മയെ ധരിപ്പിച്ച് സമർപ്പിച്ചു. ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പാട്ടുപാടി. വളരെ സന്തോഷമുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ ദാനമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് സുരേഷ് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതും നന്ദി പറഞ്ഞതും. തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തെ കിരീട വിവാദത്തിനും ആരോപണങ്ങൾക്കും ശേഷം വിജയിച്ചെത്തിയ സുരേഷ് ഗോപിക്ക് വലിയ സ്വീകരണമാണ് ഇടവകാംഗങ്ങൾ ഒരുക്കിയത്. റിപ്പോർട്ടർ, തൃശൂർ.